സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വിതരണം ഇന്നലെ അതായത് ഡിസംബർ 3 മുതൽ ആരംഭിച്ചു. മുൻഗണനേതര വിഭാഗത്തിലെ വെള്ള, നീല റേഷൻ കാർഡുകാർക്ക് ജനുവരി മാസത്തെ റേഷനൊപ്പം അധികം അരി ലഭിക്കില്ല. എന്നാൽ വെള്ള, നീല കാർഡുകാർക്ക് റേഷൻ വിഹിതത്തിൽ ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം വെള്ള കാർഡിന് 10 കിലോ അരിയാണ് ലഭിച്ചത്. എന്നാൽ ഈ മാസം 2 കിലോ അരി മാത്രമായിരിക്കും ലഭിക്കുക. പകരം ആട്ട ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2023 ഓഗസ്റ്റിന് ശേഷം മുൻഗണനേതര വിഭാഗത്തിന് ആട്ട അനുവദിക്കുന്നത് ആദ്യമാണ്. നീല കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോഗ്രാം വീതം അരി ജനുവരി മാസത്തിൽ ലഭിക്കും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ക്വാർട്ടറിൽ വൈദ്യുതിയുള്ള അന്ത്യോദയ, അന്നയോജന വിഭാഗത്തിലുള്ളവർക്ക്, അതായത് മഞ്ഞ റേഷൻ കാർഡ് ഉള്ളവർക്ക് 1 ലിറ്റർ മണ്ണെണ്ണ ലഭിക്കും. മറ്റ് കാർഡുടമകൾക്ക് 1/2 ലിറ്റർ വീതമാണ് റേഷൻ കടകൾ വഴി മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത്. വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് ആകെ 6 ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. മഞ്ഞ കാർഡുകാർക്ക് സൗജന്യമായി 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും 1 കിലോ പഞ്ചസാര 27 രൂപ നിരക്കിലുമാണ് ലഭിക്കുന്നത്. മുൻഗണന വിഭാഗം കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിലാണ് പൊതുവിഭാഗം സബ്സിഡി കാർഡിന് ഈ മാസം ലഭിക്കുന്നത്. കൂടാതെ അതാത് താലൂക്കിലെ സ്റ്റോക്കിനനുസരിച്ച് കാർഡിന് 1 കിലോ അരി മുതൽ 2 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കുന്നതാണ്. പൊതുവിഭാഗം കാർഡിന് 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും.